ഇന്നുവരെ കിട്ടാത്ത ഒരു വലിയ അടി തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. ഹിന്ദുത്വം വാരി വിതറിയിട്ട് പോലും ജനങ്ങൾ ചരിത്രം തിരുത്തി മറുപടി നൽകിയപ്പോൾ അവിടെ ബി.ജെ.പിക്ക് ലഭിച്ചത് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ എൻ.ഡി.എ സഖ്യത്തിൽ വലിയ വിള്ളൽ വീണിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സുപ്രധാന ഘടക കക്ഷിയായ അപ്നാദൾ യോഗി സർക്കാരിനെതിരെ രംഗത്തു വന്നിരിക്കുന്നു. അതുപോലെ അപ്നാദൾ അധ്യക്ഷയായ അനുപ്രിയ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയോടെ യോഗി ആദിത്യനാഥ് അത്ര കരുത്തനല്ലാതായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പിയോ യോഗിയോ പ്രതീക്ഷിച്ചതുപോലെ യു.പിയിൽ ബി.ജെ.പിയുടെ തേരോട്ടമുണ്ടായില്ല. ഇതിനു പിന്നാലെ പിന്നോക്ക വിഭാഗങ്ങളെ യോഗി സർക്കാർ അവഗണിക്കുന്നുവെന്ന് വ്യാപക പ്രചരണം തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തിയിരുന്നുവെന്നാണ് അനുപ്രിയ കത്തിൽ പറയുന്നത്. OBC, SC, ST സ്ഥാനാർത്ഥികളെ അനുയോജ്യരല്ലെന്ന കാരണത്താൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലാണ് അനുപ്രിയ പട്ടേൽ ആശങ്കയറിയിച്ചത്. ഇവരെ സുപ്രധാന പദവികളിലൊന്നും നിയമിക്കാത്തതിനെതിരെയാണ് അനുപ്രിയ പട്ടേൽ കത്തെഴുതിയത്. ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അനുപ്രിയയുടെ ആവശ്യം. SP-യുടെയും കോൺഗ്രസിന്റെയും ഈ പ്രചരണമാണ് പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ഇന്ത്യ സഖ്യത്തിനൊപ്പം പോകാൻ കാരണം. യു.പിയിൽ നടക്കുന്നത് താക്കൂർ ഭരണമാണെന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. ഇത് രജ്പുത് വിഭാഗങ്ങളെ അടക്കം ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി പരാതികളാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് യോഗിക്ക് ജൂൺ 27-ന് അയച്ച കത്തിൽ അനുപ്രിയ പറയുന്നുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമെല്ലാം അവരെ നിരന്തരം തഴയുന്നതായി തന്നെ വിളിച്ചു പറയുന്നുണ്ടെന്നും അനുപ്രിയ പറഞ്ഞിരുന്നു. നിരവധി മത്സര പരീക്ഷകളിൽ അഭിമുഖം നടത്തിയ ശേഷമാണ് നിയമനം നടത്തുക. എന്നാൽ അഭിമുഖങ്ങളിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ പലരും അനുയോജ്യരല്ലെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതും പിന്നോക്ക വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട സീറ്റിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരാളെ പോലും തിരഞ്ഞെടുത്തില്ലെന്നും അനുപ്രിയ പറയുന്നുണ്ട്. സംവരണ സീറ്റുകളിൽ നിയമനം നടത്താതെ വരുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണം ഇല്ലാതെ വരുന്നവർക്കാണ് നൽകുന്നതെന്ന് അവർ ആരോപിച്ചു. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗത്തിലെയും OBC പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് അർഹതയുണ്ടായിട്ടും ഈ സ്ഥാനത്തിന് അനുയോജ്യമല്ലെന്നാണ് പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ നിരന്തരം തഴയപ്പെടുന്നതെന്ന കാര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. സംവരണ സീറ്റുകളിൽ OBC പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ തന്നെ നിയമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ യോഗിക്കും ബി.ജെ.പിക്കും മനസ്സിലായി കാണും ഹിന്ദുത്വം വിളമ്പിയ ജനങ്ങളുടെ വിശപ്പ് മാറില്ലെന്ന്. ക്ഷേത്രങ്ങൾ പണിതും പൂജകൾ നടത്തിയുമൊക്കെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച ബി.ജെ.പിക്ക് ഇന്ന് അടിപതറുകയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂൾ പണിയാതെ അമ്പലത്തിനായി കോടിക്കണക്കിന് രൂപ ചിലവിടുന്ന ബി.ജെ.പി സർക്കാരിനെതിരെ ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പോലും വിരൽ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി. ഇതിനൊന്നും ഉത്തരം നൽകാത്ത ബി.ജെ.പി സർക്കാരിനുള്ള മറുപടിയാണ് യു.പിയിൽ ബി.ജെ.പിക്കേറ്റ വമ്പൻ തോൽവി.